വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റം കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി മാറിയ സംഭവമാണ്. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ കേരളം ചർച്ച ചെയ്തത് ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ്. സാധാരണ നടപടിയാണ്, സ്വാഭാവിക നടപടിയാണ് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഭരണമാറ്റമുണ്ടാകുമ്പോൾ IAS ഉദ്യോഗസ്ഥന്മാരിൽ മാറ്റമുണ്ടാകും. ഒരു പദവിയിൽ കുറേ നാളുകളായി ഇരിക്കുന്ന എല്ലാ IAS ഉദ്യോഗസ്ഥരെയും മാറ്റിയിട്ടുണ്ട്. അതുപ്രകാരമാണ് ദിവ്യ എസ് അയ്യരെയും മാറ്റിയത്. ഇതാണ് മുഖ്യമന്ത്രി VD സതീശൻ്റെ വിശദീകരണം. അതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റത്തിൻ്റെ ഓരോ വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ ചില ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, അദാനി ഗ്രൂപ്പും മുഖ്യമന്ത്രിയും തമ്മിൽ എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ കണ്ണിലെ കരടായിരുന്നു ദിവ്യ എസ് അയ്യർ. കരാർ ലംഘനം നടത്തുന്ന ഘട്ടത്തിലൊക്കെ കൃത്യമായി നോട്ടീസ് നൽകാൻ ദിവ്യ എസ് അയ്യർ തയ്യാറായിരുന്നു. അതിന് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. അന്നത്തെ LDF സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. 8 തവണയാണ് കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞ് നോട്ടീസ് നൽകിയത് അദാനി ഗ്രൂപ്പിന് ദിവ്യ എസ് അയ്യർ. അതുമാത്രമല്ല 15 കോടി രൂപ പിഴയടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു കരാർ ലംഘനം നടത്തിയതിന്. ഇതൊന്നും അദാനി ഗ്രൂപ്പ് അങ്ങനെ സഹിക്കുന്നതല്ല. കാരണം ഒരു ഉദ്യോഗസ്ഥയെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അദാനിയെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യമാണ്. പക്ഷെ കേരളത്തിൽ അത് നടന്നിരുന്നില്ല. നേരത്തെ തന്നെ പിണറായി വിജയനോട് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരുന്നു ദിവ്യ എസ് അയ്യരെ മാറ്റിത്തരണമെന്ന്. പക്ഷെ അന്ന് അതിന് തയ്യാറായില്ല പിണറായി വിജയൻ. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന് VD സതീശൻ മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ ആദ്യത്തെ സ്ഥലം മാറ്റത്തിൽ തന്നെ തന്ത്രപ്രധാനമായ സ്ഥാനത്തിരിക്കുന്ന ദിവ്യ എസ് അയ്യരെ മാറ്റുന്നു. ആർക്കു വേണ്ടി? അദാനിക്ക് വേണ്ടി. അതാണ് ഇപ്പോൾ പുതിയ വിവാദമായി മാറിയിരിക്കുന്നത്. എന്തൊക്കെ കരാർ ലംഘനങ്ങളാണ് നടത്തിയത്? വിഴിഞ്ഞം പോർട്ടിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് വഴി മാത്രമേ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പാടുള്ളൂ എന്നുണ്ട് കരാറിൽ. പക്ഷേ അതൊന്നും പാലിക്കാൻ തയ്യാറായിരുന്നില്ല അദാനി പോർട്സ്. അവർ അവരുടെ ഇഷ്ടത്തിന് പണമിടപാട് നടത്തി. അവർ ഇഷ്ടമുള്ള ബാങ്കുകളിലേക്ക് പണം കൊണ്ടുവരും. സുതാര്യത തീരെയില്ലായിരുന്നു. ഇതൊക്കെ അപ്പോൾ ചൂണ്ടിക്കാണിക്കാറുണ്ടായിരുന്നു ദിവ്യ എസ് അയ്യർ. അതോടൊപ്പം തന്നെ ഓരോ വർഷവും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് വിഴിഞ്ഞം പോർട്ടിന്. പക്ഷേ അദാനി പോർട്സ് അത് സമർപ്പിക്കാറില്ല. അവർക്ക് തോന്നും പോലെ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാകണം, അതായിരുന്നു അവരുടെ ആവശ്യം. അതിന് തടസ്സമാരാണ്? ഒരു സംശയം വേണ്ട, ദിവ്യ എസ് അയ്യരാണ്. ദിവ്യ എസ് അയ്യർ അവിടെ ഇരുന്നാൽ ഓഹരി കൈമാറ്റം നടക്കില്ല എന്ന് കൃത്യമായും അറിയാം അദാനി ഗ്രൂപ്പിന്. അപ്പോൾ അദാനിക്ക് സേവ ചെയ്യുന്ന ഒരാളെ അവിടെ കൊണ്ടിരുത്തണം. അത് മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന ആളുകൂടിയായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദിവ്യ എസ് അയ്യരെ മാറ്റിയത് എന്ന് വേണം കരുതാൻ. അത്തരമൊരു ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഇപ്പോൾ നിയമിച്ച IAS ഉദ്യോഗസ്ഥൻ ചെറുപ്പക്കാരനാണ്. അദ്ദേഹവും അദാനി ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങുമെന്ന് ഒന്നും കരുതേണ്ടതില്ല. നേരെ വാ എന്ന നിലപാട് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ്. എന്തായാലും ദിവ്യ എസ് അയ്യർ അവിടെ ഇരിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും 2.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു ഒക്കെ ചെയ്ത ഒരു ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് അവരെ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ അദാനിക്ക് കള്ളത്തരങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ, കരാർ ലംഘനം നടത്താൻ കഴിയുകയുള്ളൂ, ഓഹരി കൈമാറ്റം നടത്താൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി വഴിയൊരുക്കി VD സതീശൻ മുഖ്യമന്ത്രി. അതാണ് പ്രശ്നം. അവിടെയാണ് ആരോപണം വരുന്നത്. അവിടെയാണ് എന്തിന് VD സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് പോയി എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം വരുന്നത് അവിടെയാണ്. എന്ന് വെച്ചാൽ ഇതിൽ ദുരൂഹതയുണ്ട്, ഈ ഇടപാടിൽ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതേക്കുറിച്ച് വ്യക്തമായ വിശദീകരണം സർക്കാർ നൽകണം എന്ന് പറയുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുചോദ്യം ചോദിച്ച് അല്ലെങ്കിൽ വിഷയം വഴിതിരിച്ച് വിട്ട് യഥാർത്ഥ വിഷയത്തിലേക്ക് പോകാതെ നോക്കുക എന്ന രീതി VD സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും അതിനുശേഷവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമാണ്. പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ സ്വത്താണ്, കേരളത്തിൻ്റെ അഭിമാനമായ സ്ഥാപനമാണ് നഷ്ടപ്പെടുന്നത്. അത് ഓരോ കേരളീയനും വലിയ പ്രശ്നം തന്നെയാണ്. അത് മനസ്സിലാക്കി എന്താണ് നടന്നത് ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് ഓഹരി കൈമാറ്റം അനുവദിക്കില്ല എന്ന്? നിയമപരമല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. പരിശോധിക്കട്ടെ, പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അതാണ്
ദുരൂഹതയുണ്ട് ഇതിന് പിറകിൽ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൻ്റെ കാരണങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഓഹരി കൈമാറ്റത്തിൻ്റെ പിറകിൽ ചെറിയ ദുരൂഹതയല്ല, വലിയ ദുരൂഹതയുണ്ട് എന്ന്.